ഇനിയിപ്പോൾ ദുബായിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതാണുള്ള ചോദ്യം. ഓക്കെ, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ ഒരു പ്രോപ്പർട്ടി 1 ബെഡ്റൂം, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എൻ്റെ ഒരു പ്രോപ്പർട്ടി തന്നെ 1 ബെഡ്റൂം, അതിന് അവറേജ് വാല്യൂ വരുന്നത് 1 മില്യൺ ആണ്. ഞാനത് ഒരാൾക്ക് അവിടെ ഒരു വർഷത്തേക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ലോങ് ടേം റെൻറ്റൽസിന് കൊടുത്തു. ഓക്കെ, പുള്ളിക്കാരൻ എനിക്ക് പേ ചെയ്യുന്നത് 1 ലക്ഷം ദിറംസാണ്. ഞാൻ INR പറയാം. അതായത് 1 മില്യൺ ദിറംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 2.25 കോടി. കാൽക്കുലേഷൻ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് 2 കോടി. ഓക്കെ, ഞാൻ 2 കോടി കൊടുത്തിട്ട് ഒരു 1 ബെഡ്റൂം വാങ്ങി. അതിൻ്റെ 10%, അതായത് 20 ലക്ഷം രൂപയാണ് എനിക്ക് ഓരോ വർഷവും റെൻ്റൽ റിട്ടേൺസ് നിന്ന് കിട്ടുന്നത്. അവിടെ ഒരു വർഷം ഇയാൾ താമസിക്കുന്നുണ്ട്, അയാൾ ഓരോ മാസം കൂടിയിട്ട് എനിക്ക് ചെക്ക് തരും, അല്ലെങ്കിൽ ഒരു കൊല്ലത്തെ 1 ചെക്കായിട്ട് എനിക്ക് 20 ലക്ഷത്തിൻ്റെ ചെക്ക് തന്നു. ഓക്കെ, ദുബായിലുള്ള കംപ്ലീറ്റ് ഹിസ്റ്ററി റിപ്പോർട്ടുകളെല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അവറേജ് 8 മുതൽ 10% വരെ 8 to 10% ആണ് ലോങ് ടേം റെൻറ്റൽസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനം. അതായത് 2 കോടി കൊണ്ട് ഒരു 1 ബെഡ്റൂം നമ്മൾ വാങ്ങിച്ച് ആ 2 കോടിയിൽ നിന്ന് നമുക്ക് 20 ലക്ഷം ഓരോ വർഷം കിട്ടും. അതായത് ഏകദേശം ഒരു അവറേജ് 8 മുതൽ 10 വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ക്യാപിറ്റൽ നമുക്ക് തിരിച്ചു വരും. ഓക്കെ, അപ്രീസിയേഷൻ അപ്പുറത്ത് വേറെ ഉണ്ട്, നമുക്ക് സംസാരിക്കാം. ഇനി അതല്ല, ഞാൻ ഈ സെയിം അപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്തു, അത് ഒരു ഹോളിഡേ ഹോംസിന് ഷോർട്ട് ടേം റെൻറ്റലിന്, നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ ഓയോ റൂം ഉണ്ടല്ലോ, ഓയോ റൂം, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പറയുകയാണെങ്കിൽ Airbnb, അവരുടെ ടീംസിന് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോളിഡേ ഹോംസ് ടീംസിന് കൊടുക്കുകയാണെങ്കിൽ ഈ സെയിം പ്രോപ്പർട്ടിക്ക് തന്നെ നമുക്ക് എന്ത് കിട്ടും, 15% അവറേജ്, 13 to 15, 13 to 15% ആണ് ഏറ്റവും അവറേജ് ആയിട്ട് പറയുന്നത്. അതായത് ഒരു 1.5 ലക്ഷം ദിറംസ് എനിക്ക് കിട്ടും. 1.5 ലക്ഷം ദിറംസ് എന്ന് പറഞ്ഞാൽ ഏകദേശം നാട്ടിലെ 30 ലക്ഷം രൂപ നമുക്ക് കിട്ടും. കാരണം ഇത് ഹോളിഡേ ഹോംസ് ആകുമ്പോൾ അവർ എക്സ്ട്രാ ചാർജ് ചെയ്യും. അധികം ടൂറിസ്റ്റുകളായിരിക്കും വരിക. അവർ ജസ്റ്റ് 2 ദിവസമോ അല്ലെങ്കിൽ 1 മാസമോ അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ നിന്നിട്ട് പോകുന്ന ടീംസ് ആയിരിക്കും. അപ്പോൾ അവർ ചെന്ന് കൂടുതൽ ചാർജ് ചെയ്യും. ഇങ്ങനെ 2 സിനാരിയോ ലോങ് ടേം ഒരു വർഷത്തിന് റെൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ 8 മുതൽ 10% വരെയും, അതായത് ഒരു 20 ലക്ഷം രൂപയും. ഇനി അതെല്ലാം നമ്മൾ ഷോർട്ട് ടേം ഹോളിഡേ ഹോംസിന് കൊടുക്കുകയാണെങ്കിൽ 13 to 15%, അതായത് ഒരു 30 ലക്ഷം രൂപയൊക്കെ നമുക്ക് ഇയർലി റെൻറ്റൽസ് കിട്ടും. ഓക്കെ, ഇതാണ് റെൻറ്റൽസിൽ നിന്ന് റിട്ടേൺ കിട്ടുന്നത്. ഇനി അടുത്ത് പറയുകയാണെങ്കിൽ അപ്രീസിയേഷൻ. ദുബായിലുള്ള അപ്രീസിയേഷൻസ് നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും ഒരു അവറേജ് 10% വെച്ചിട്ടാണ്. ഇപ്പോൾ ഒരു ഓഫ് പ്ലാൻ്റെ കേസ് പറയുകയാണെങ്കിൽ റെഡി പ്രോപ്പർട്ടീസിന് വേറെ അപ്രീസിയേഷനാണ്, ഓഫ് പ്ലാന് വേറെ അപ്രീസിയേഷനാണ്. ഓഫ് പ്ലാൻ പ്രോപ്പർട്ടീസിന് അവറേജ് 10% ഇതാണ് ഓരോ വർഷവും അപ്രീസിയേഷൻ വരുന്നത്. ഇപ്പോൾ 1 മില്യൻ്റെ ഒരു പ്രോപ്പർട്ടി ഞാൻ ഓഫ് പ്ലാൻ ലോഞ്ചിങ് ടൈമിൽ വാങ്ങി, അപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴേക്ക് അത് 1.1 മില്യണായി, ഏകദേശം ഒരു 10% അപ്രീസിയേഷൻ. 2 വർഷം കഴിയുമ്പോഴേക്ക് വീണ്ടും ഒരു 1.2 മില്യണായി. പിന്നെ ഒരു 3 വർഷം കഴിഞ്ഞ് ഇത് ഹാൻഡ് ഓവർ ആകുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു 30%ഓളം അപ്രീസിയേഷൻ ഉണ്ട്. 1 മില്യൻ്റെ പ്രോപ്പർട്ടി 1.3 മില്യണായി. ഓക്കെ, 30%ഓളം അവറേജ് നമുക്ക് അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ വർഷത്തെയും അതിന് മുൻപത്തെ വർഷത്തെയും എല്ലാ ഡാറ്റ എടുത്ത് വെക്കുമ്പോൾ 50%, 100%, 200% വരെ അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള പ്രൊജക്റ്റുകളുണ്ട്. ബേസ്ഡ് ഓൺ ലൊക്കേഷൻ, ബേസ്ഡ് ഓൺ പ്രോജക്റ്റ്, ബേസ്ഡ് ഓൺ ലെവൽ. ഓക്കെ, എല്ലാ പ്രോപ്പർട്ടീസിനും എല്ലാ ഡെവലപ്മെൻറ്റ്സിനും ഇതുപോലുള്ള അപ്രീസിയേഷൻ കിട്ടില്ല. അത് റേറ്റ് എൻട്രി ആൻഡ് റേറ്റ് എക്സിറ്റ്, ആ ഒരു സ്ട്രാറ്റജിയിൽ ഈ ഗെയിം അറിഞ്ഞ് കളിക്കുന്നവർക്ക് മാത്രമേ അതിനൊരു റിട്ടേൺസ് കിട്ടുള്ളൂ. ബട്ട് അവറേജ് ഒരു 30%, 30 to 35% റിട്ടേൺസ് നമുക്ക് എന്തായാലും അപ്രീസിയേഷനിൽ കിട്ടും. ഇനി ഇത് റെഡി ആയി കഴിഞ്ഞാലുള്ള അപ്രീസിയേഷൻസ് വന്നാൽ കമ്പാരറ്റീവ്ലി ലെസ് ആയിരിക്കും. ഒരു 4 to 5% അപ്രീസിയേഷന് നമുക്ക് ഇയർലി കിട്ടുള്ളൂ. ഇപ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി റെഡിയായി ഹാൻഡ് ഓവറൊക്കെ കിട്ടി, പിന്നെ അടുത്തൊരു വർഷം എന്ന് പറയുമ്പോൾ ഒരു 5% ഒക്കെ ഇൻക്രിമെൻറ്റ് ഉണ്ടാവുള്ളൂ. എവരി ഇയർ 5%, അങ്ങനെയാണ് ഒരു സിനാരിയോ വരുന്നത്. ബട്ട് റെൻ്റൽ റിട്ടേൺസ്, പാസീവായിട്ട് ഇൻകം ഉണ്ടാക്കണമെങ്കിൽ ബെറ്റർ തിങ്സ് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ളതാണ്. നമുക്കൊരു അവറേജ് 10% റിട്ടേൺസ് എന്തായാലും പ്രോപ്പർട്ടീസിൽ നിന്ന് കിട്ടും.